ഇന്നത്തെ യാത്ര ബസ്സിൽ തുടങ്ങാനാണ് ഉദ്ദേശം. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 5 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെന്ന് മനസ്സിലായി. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ അങ്ങോട്ടിറങ്ങി. 3-4 മിനിറ്റുകൾ കൊണ്ട് ബസ് സ്റ്റാൻഡിലെത്തി. വളരെ വൃത്തിയും വെടിപ്പുമുള്ള മനോഹരമായ ബസ് സ്റ്റാൻഡ്. യാത്രക്കാർക്ക് വേണ്ടി ഇതുപോലുള്ള ശീതീകരിച്ച ബസ് കാത്തിരിപ്പ് റൂമുകൾ ഇവിടെ വേറെയുമുണ്ട്. ഞങ്ങൾക്കുള്ള ബസ് എത്തി. ഇവിടെ ബസ്സുകളിൽ കണ്ടക്ടർ ഇല്ല. ടിക്കറ്റ് നൽകുന്നത് ഡ്രൈവറാണ്. സൗമ്യനായ ഡ്രൈവറോട് കണ്ണുകളാൽ സൗഹൃദം പങ്കിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങളെ കൂടാതെ യാത്രക്കാരായി മറ്റാരും തന്നെ ബസ്സിലുണ്ടായിരുന്നില്ല. എമിറേറ്റ്സ് വിമാനങ്ങൾക്ക് മാത്രമായുള്ള ദുബായിലെ ഒരു എയർപോർട്ടാണിത്. അപൂർവമായൊരു കോയിൻസിഡൻസ് ആണ് ഈ ദൃശ്യം. ബസ് എയർപോർട്ടിന് മുന്നിൽ എത്തുന്ന സമയത്ത് തന്നെ ലാൻഡ് ചെയ്യാനായി താഴ്ന്നിറങ്ങുന്ന ഒരു ഫ്ലൈറ്റ്. ബനിയ സ്ക്വയറിന്റെ ഒരു ഭാഗമാണിത്. ഇവിടെ നിന്നാണ് അൽസീഫ് എന്ന ഓൾഡ് ദുബായിലേക്ക് ബോട്ട് സർവീസ്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബോട്ടിൽ കയറി. ദുബായ് ക്രീക്കിന്റെ ഒരു ഭാഗമാണിത്. ക്രീക്കിനെ കുറിച്ച് വിശദമായി ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ക്രീക്കിന്റെ മറുകരയിലെത്തി. സായാഹ്ന സവാരിക്കായി ഇവിടെ സഞ്ചാരികളെ കാത്ത് ബോട്ടുകൾ കിടപ്പുണ്ട്. ഇതാണ് അൽസീഫ് എന്ന ദുബായ് പൈതൃക ഗ്രാമം. ദ ഹെറിറ്റേജ് സൂഖ് എന്നാണ് ഇതിന്റെ ഔദ്യോഗികമായ പേര്. സൂഖ് എന്നാൽ മാർക്കറ്റ് എന്നാണ് അർത്ഥം. ദുബായിൽ എല്ലായിടത്തും ടൂറിസവും മാർക്കറ്റിംഗും പരസ്പര പൂരകങ്ങളാണ്. ടൂറിസത്തിനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇവിടെ പാഴാക്കി കളയുന്നില്ല. അതിന് ഉദാഹരണമാണ് ദുബായ് ക്രീക്കിന്റെ കരയിൽ 1.8 കിലോമീറ്റർ ദൂരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനോഹരമായ ഗ്രാമം. സമ്പൽ സമൃദ്ധിയുടെയും ആഡംബരങ്ങളുടെയും നടുവിലാണെങ്കിലും തങ്ങളുടെ പൂർവികർ നടന്നു തീർത്ത വഴികളെയും ആ പൈതൃകത്തെയും മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പൈതൃക ഗ്രാമത്തിന്റെ സൃഷ്ടി. അതിന്റെ ടൂറിസം വ്യാപാര താല്പര്യങ്ങൾ പരമാവധി മുതലെടുക്കുന്നു എന്നത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലും. ഇവിടെ കാണുന്ന കെട്ടിടങ്ങളുടെ ഘടന സമ്പന്നമായ ഒരു പൈതൃകത്തെ സൂചിപ്പിക്കുന്നു. ഈ പുനഃസൃഷ്ടിയെക്കുറിച്ച്, ഇതിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പല വിമർശനങ്ങളും പബ്ലിക് ഡൊമൈനിലുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇവിടെ വരുന്ന ഒരു സഞ്ചാരിയും നിരാശയോടെ മടങ്ങില്ല എന്ന് മാത്രം പറയുന്നു. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ മുകളിലെല്ലാം ഇതുപോലുള്ള നിർമ്മിതികൾ കാണാൻ കഴിയും. വാസ്തവത്തിൽ ഇതൊരു എയർ ട്രാപ്പാണ്. AC-യോ മറ്റ് ശീതീകരണോപാധികളോ നിലവിലില്ലായിരുന്ന കാലത്ത് അത്യുഷ്ണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഉപാധികളായിരുന്നു ഇവ. ഇതിൽ കാണുന്ന അഴികളിൽ കട്ടിയുള്ള തുണികൾ വിരിച്ചിരിക്കുന്നു. തുണികൾ ഇടയ്ക്കിടെ നനച്ചുകൊണ്ടിരിക്കും. നനഞ്ഞ തുണിയിൽ തട്ടി താഴേക്ക് വരുന്ന തണുത്ത കാറ്റ് മുറിയുടെ താപനില കുറയ്ക്കുന്നു.
ഇവിടുത്തെ മാർക്കറ്റിനും പ്രത്യേകതയേറെയുണ്ട്. ഈ ഗ്രാമത്തിന് അനുയോജ്യമായ വസ്തുക്കളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവയിലേറെയും. പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്നവയും പാരമ്പര്യം അവകാശപ്പെടാവുന്നവയുമായ വസ്തുക്കൾ. ഇത് ആന്റിക് കളക്ഷന്റെ മാത്രം തെരുവാണ്. ദശകങ്ങളുടെയും ശതകങ്ങളുടെയും പഴക്കം അവകാശപ്പെടുന്നുണ്ട് ഇവയിൽ പലതും. പുതുതലമുറ ഇവയിൽ പലതും ആദ്യമായിട്ടായിരിക്കും കാണുന്നത് തന്നെ. നടന്ന് ഞങ്ങൾ അൽസീഫ് ഗ്രാമത്തിന്റെ മറുവശത്തെത്തി. ഇനി മടങ്ങണം. ഈ വരുന്നതാണ് ഞങ്ങൾക്കുള്ള ബോട്ട്. അബ്ര എന്നാണ് ഇതിന്റെ പേര്. അറബ് പദമാണ്. കടത്ത്, പാസേജ് എന്നെല്ലാമാണ് അർത്ഥം. ഇരിക്കാൻ സീറ്റൊന്നുമില്ല. ഈ പ്ലാറ്റ്ഫോമിലാണ് ഇരുത്തം. ഇത്തരത്തിലുള്ളവ ഇവിടെ ധാരാളമുണ്ട്. പൈതൃകത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് സഞ്ചാരികൾ മോചിപ്പിക്കപ്പെട്ടില്ലാത്തതുകൊണ്ടാവാം പലരും ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. ഗോൾഡ് സൂക്കിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ ആഭരണ പെട്ടി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഓൾഡ് ബലാദിയ മാർക്കറ്റാണിത്. ഇവിടുത്തെ കെട്ടിടങ്ങളും പഴമയുടെ പ്രൗഢിയോടെ നിലകൊള്ളുന്നു. ഇതാണ് ദുബായ് ഗോൾഡ് സൂക്ക്. ഇവിടെ മുഴുവൻ സ്വർണ്ണക്കടകളാണ്. എപ്പോഴും സന്ദർശകരുടെ തിരക്കാണ് ഇവിടെ. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ മോതിരം. 64 കിലോ ആണ് തൂക്കം. ഏതാണ്ട് 11 മില്യൺ ദിർഹമാണ് ഇപ്പോഴത്തെ വില. ഇവിടുത്തെ ആഭരണങ്ങളുടെ ഡിസ്പ്ലേ അമ്പരപ്പിക്കുന്നതാണ്. ഇത്രയും വലിയ ആഭരണങ്ങളോ അവയുടെ ശേഖരമോ മുൻപെവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. സ്വർണപ്രഭയിൽ കുളിച്ചു നിൽക്കുകയാണ് ഒരു പ്രദേശം മുഴുവൻ. മലബാർ ജ്വല്ലറിയുടെ ഒരു ഷോറൂമും ഉണ്ട് ഇവിടെ. മിതമായ ഡിസ്പ്ലേയോടുകൂടി. കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണപ്രഭയിൽ നിന്നിറങ്ങി നഗരപ്രഭയിലൂടെ ഞങ്ങൾ തിരികെ ഫ്ലാറ്റിലേക്ക്.